പഴയ പോലെ അഴിമതിയും വർഗീയതയും കൊണ്ട് ജീവിക്കാമെന്നാണ് കോൺഗ്രസും ലീഗും വിചാരിക്കുന്നതെങ്കിൽ ആദ്യം ഞങ്ങളുടെയൊക്കെ തല വെട്ടിയെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞേ ബ്ലാക്ക് സ്റ്റോണിന് വിടുവേല ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. LDF പുലിയാണ് കേട്ടാ. 2026 സ്ഥാപിതമായ പാർട്ടി എന്നുള്ള നിലയിൽ ISJD രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അങ്ങനെ ISJDയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് V മുരുകദാസ് മോതിരം ചിഹ്നത്തിൽ മൂന്നാമതായി വന്നു. തുടർന്ന് ബാലറ്റ് ബോക്സിൽ നാലാമതായി UDF നിർത്തിയ അപരൻ മുരുകദാസ് P വന്നു. അയാൾക്ക് കിട്ടിയത് നെക്ലേസ് ചിഹ്നം. ഇതിൽ ഏതാണ് മോതിരം, ഏതാണ് നെക്ലേസ്? വോട്ടിംഗ് നടന്നു. ഫലം എന്താണെന്ന് നോക്കാം. UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ ജയിച്ചത് 6510 വോട്ടുകൾ. മോതിരവും നെക്ലേസും വോട്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. UDF നിർത്തിയ അപര സ്ഥാനാർത്ഥി P മുരുകദാസിന് 6984 വോട്ടുകൾ കിട്ടി. ഇന്നേ വരെ ഒരു അപര സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത വോട്ട്. അതായത് LDF സ്ഥാനാർത്ഥി തോറ്റ വോട്ടിനേക്കാൾ 474 വോട്ട് അപരന് കിട്ടി. ഇനിയാണ് ഗൂഢാലോചനയുടെ ആഴം. മോതിരവും നെക്ലേസും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുമെന്ന് മനസ്സിലാക്കിയ UDF തലേ ദിവസം വ്യാപകമായി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നാൽ ഒറിജിനൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ ശരിയായ രൂപം, അതെ, സാമ്യമുള്ള ചിഹ്നം എന്നല്ല ഇതിന് പറയുക, ശരിയായ രൂപം അപര സ്ഥാനാർത്ഥിക്ക് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊരു ലാഘവ ബുദ്ധിയോടെയാണ് തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയത്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ക്ലിയർ ചതിയാണിത്. വോട്ടർമാരോടുള്ള കൊടും ചതി. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിരിക്കുകയാണ് ഇവിടെ. പാലക്കാട് ചിറ്റൂരിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V മുരുകദാസിനെ അപരനെ നിർത്തി UDF തോൽപ്പിച്ചത് ആരും അറിഞ്ഞില്ലേ? LDFന് നഷ്ടമായത് ഒരു നിയമസഭാ സീറ്റ് മാത്രമല്ല, രാജ്യസഭയിലെ ഇടതുപക്ഷ പ്രാതിനിധ്യം തന്നെയാണ്. വരൂ നോക്കാം. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചത് UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ ISJD എന്ന പുതിയ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ എങ്ങനെയാണ് തോൽപ്പിച്ചതെന്ന് നോക്കാം. വോട്ടിംഗ് മെഷീനിൽ ആദ്യം അംഗീകാരമുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് വരിക. അങ്ങനെ ദേശീയ പാർട്ടികളായ BJPയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളുടെ പേര് 1ഉം 2ഉം സ്ഥാനങ്ങളിൽ വന്നു. 2026 സ്ഥാപിതമായ പാർട്ടി എന്നുള്ള നിലയിൽ ISJD രജിസ്റ്റേർഡ് പാർട്ടിയാണ്. അങ്ങനെ ISJDയുടെ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് V മുരുകദാസ് മോതിരം ചിഹ്നത്തിൽ മൂന്നാമതായി വന്നു. തുടർന്ന് ബാലറ്റ് ബോക്സിൽ നാലാമതായി UDF നിർത്തിയ അപരൻ മുരുകദാസ് P വന്നു. അയാൾക്ക് കിട്ടിയത് നെക്ലേസ് ചിഹ്നം. ഇതിൽ ഏതാണ് മോതിരം, ഏതാണ് നെക്ലേസ്? വോട്ടിംഗ് നടന്നു. ഫലം എന്താണെന്ന് നോക്കാം. UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ ജയിച്ചത് 6510 വോട്ടുകൾ. മോതിരവും നെക്ലേസും വോട്ടർമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. UDF നിർത്തിയ അപര സ്ഥാനാർത്ഥി P മുരുകദാസിന് 6984 വോട്ടുകൾ കിട്ടി. ഇന്നേ വരെ ഒരു അപര സ്ഥാനാർത്ഥിക്കും കിട്ടാത്ത വോട്ട്. അതായത് LDF സ്ഥാനാർത്ഥി തോറ്റ വോട്ടിനേക്കാൾ 474 വോട്ട് അപരന് കിട്ടി. ഇനിയാണ് ഗൂഢാലോചനയുടെ ആഴം. മോതിരവും നെക്ലേസും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുമെന്ന് മനസ്സിലാക്കിയ UDF തലേ ദിവസം വ്യാപകമായി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിച്ചു. LDFന്റെ പ്രചാരണം എന്ന നിലയിൽ നമ്മുടെ ചിഹ്നം നോട്ടീസ് വ്യാപകമായി അച്ചടിച്ച് എല്ലാ ബൂത്തുകളിലും കൊണ്ടിട്ടു. അത് വോട്ടെടുപ്പിന്റെ തലേ ദിവസം സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് FIR ഇട്ടു. കടുത്ത മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ അപരൻ പിടിക്കുന്ന വോട്ടുകൾ കൊണ്ട് സ്ഥാനാർത്ഥികൾ ജയിക്കുന്നതും തോൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതും തെറ്റാണ്, വലിയ തെറ്റ്. എന്നാൽ ഇതങ്ങനെയല്ല. ചിറ്റൂർ നിയമസഭാ മണ്ഡലത്തിൽ LDF UDFിൽ നിന്ന് മത്സരമേ നേരിട്ടിട്ടില്ല. കുൽസിത പ്രവൃത്തിയിലൂടെ അപരനെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് ചിറ്റൂരിൽ നടന്നത്. അപരനെ ഒഴിവാക്കാൻ നിയമപരമായി സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് വാദത്തിന് വേണ്ടി അംഗീകരിക്കാം. എന്നാൽ ഒറിജിനൽ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിന്റെ ശരിയായ രൂപം, അതെ, സാമ്യമുള്ള ചിഹ്നം എന്നല്ല ഇതിന് പറയുക, ശരിയായ രൂപം അപര സ്ഥാനാർത്ഥിക്ക് നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തൊരു ലാഘവ ബുദ്ധിയോടെയാണ് തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോയത്. എന്താ ആരും ഒന്നും മിണ്ടാത്തത്? ക്ലിയർ ചതിയാണിത്. വോട്ടർമാരോടുള്ള കൊടും ചതി. തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിരിക്കുകയാണ് ഇവിടെ.
സോഷ്യലിസ്റ്റുകളുടെ ആദർശപരമായ നിലപാട് ഈ ചതി ചെയ്യാൻ എതിരാളികൾക്ക് സഹായകമായി. JDS കർണാടക ഘടകം BJPയുമായി സഹകരിക്കുന്നത് കൊണ്ടാണ് കെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും അടങ്ങുന്ന കേരള ഘടകം ISGD ഉണ്ടാക്കിയത്. അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ കറ്റയേന്തിയ കർഷക ചിഹ്നത്തിൽ അവർക്ക് ഈസിയായി ജയിക്കാമായിരുന്നു. ചിറ്റൂർ എന്ന നിയമസഭാ മണ്ഡലത്തിലെ അഡ്വക്കേറ്റ് മുരുകദാസിന്റെ തോൽവിയല്ല, ഇടതുപക്ഷത്തിന് ദേശീയ തലത്തിൽ തന്നെ വലിയ ആഘാതമുണ്ടാക്കുന്നതാണ് ചിറ്റൂരിലെ തോൽവി. എങ്ങനെയാണെന്ന് നോക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 35 സീറ്റിൽ ഒതുങ്ങിയത് എങ്ങനെയാണ് രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ദ ഹിന്ദു സ്ഥിതി വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്: ഒരു രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ LDFന് വേണ്ടത് 36 നിയമസഭാംഗങ്ങളെയാണ്. 2027 ഏപ്രിലിൽ 3 കേരള MP മാർ റിട്ടയർ ചെയ്യുന്നു. ഒരാളെ ജയിപ്പിക്കാൻ 36 പേർ വേണം. ഒരാൾ കുറവ്. LDFന് ഒരാളെ പോലും രാജ്യസഭയിൽ എത്തിക്കാനാകില്ല. തീർന്നില്ല. 2028 വീണ്ടും കാലാവധി കഴിയുന്ന 3 MP മാർ റിട്ടയർ ചെയ്യുന്നു. അപ്പോഴും ഈ ഒരാളുടെ കുറവ് കൊണ്ട് LDFന് ഒരാളെയും ജയിപ്പിക്കാൻ കഴിയാതെ പോകും. അവിടെയും തീർന്നില്ല. 2030 PP സുനീർ കൂടി റിട്ടയർ ചെയ്യുമ്പോൾ LDFന് ഒരാൾ പോലും രാജ്യസഭയിൽ ഇല്ലാതെയാകും. LDFന് മാത്രമല്ല, ഇടതുപക്ഷത്ത് നിന്ന് ഒരാളും അപ്പോൾ രാജ്യസഭയിൽ ഇല്ലാതെയാകും. ഇടതുപക്ഷത്തിനോട് ചെയ്യുന്ന ഒരനീതിയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നില്ല. അവർ തുടർന്നും പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത് ഇടതുപക്ഷത്തിന്റെ തെറ്റുകുറ്റങ്ങളാണ്. എന്താണ് ഇടതുപക്ഷത്തിന്റെ തെറ്റുകുറ്റങ്ങൾ? കഴിഞ്ഞ 5 വർഷം ഒരഴിമതി ആരോപണം പോലും നിയമസഭയിൽ എഴുതി ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. കേരളം കണ്ട ഏറ്റവും മികച്ച സർക്കാരാണ് 2ാം പിണറായി സർക്കാർ എന്ന് പരാജയത്തിന്റെ ഈ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും എനിക്ക് പറയാൻ ധൈര്യമുണ്ട്. വാമൊഴിയിലെ പിഴവാണോ പ്രശ്നം? അതിലെ വലിപ്പ ചെറുപ്പം നോക്കിയാൽ പോലും കോൺഗ്രസിന്റെ അടുത്തെങ്ങും എത്തില്ല CPM. പ്രതിപക്ഷം പറയുന്ന ഈ തെറ്റുകുറ്റങ്ങൾ മാധ്യമ നിർമ്മിതമാണ്. മാധ്യമങ്ങൾക്ക് പണം കൊടുത്തുണ്ടാക്കിയതാണ് ഈ തെറ്റുകുറ്റങ്ങൾ. കോൺഗ്രസിന് എവിടെ നിന്നാണ് ഇത്രയും പണം വന്നത്? ബ്ലാക്ക് സ്റ്റോൺ പോലെ ആരോഗ്യരംഗത്തെ ആഗോള കുത്തകകളാണ് കോൺഗ്രസിന് പണം കൊടുത്തിട്ടുള്ളത്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോവുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് മത്സരം നടക്കുമ്പോൾ ഞാനാണ് പണം ഇറക്കിയത്, അതുകൊണ്ട് എനിക്കാണ് അവസരം വേണ്ടതെന്ന് ചിലരെങ്കിലും പറയുന്നത് കേൾക്കുന്നില്ലേ? അവർക്ക് എവിടെ നിന്നാണ് പണം? അവര് ഈ പണം നൽകിയവരുടെ ഇടനിലക്കാരായിരുന്നു. കാലം ഇനിയും ഉരുളും. വിഷു വരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിനും പൂവരും കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം? കക്കാട് പാടിയിട്ടില്ലേ? പഴയ പോലെ അഴിമതിയും വർഗീയതയും കൊണ്ട് ജീവിക്കാമെന്നാണ് കോൺഗ്രസും ലീഗും വിചാരിക്കുന്നതെങ്കിൽ ആദ്യം ഞങ്ങളുടെയൊക്കെ തല വെട്ടിയെടുക്കേണ്ടി വരും. അത് കഴിഞ്ഞേ ബ്ലാക്ക് സ്റ്റോണിന് വിടുവേല ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂ. LDF പുലിയാണ് കേട്ടാ. അവരൊരു വരക്കം വരാനുണ്ട്.